കെ.വി. ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി ആയതിനു ശേഷം നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് ടെസ്റ്റ്, അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് കഠിനമാണെന്നുള്ളത്. ഇപ്പൊ താണ്ടെ 98 പേര് ലൈസൻസിനായിട്ട് വന്നു. പക്ഷേ വിജയിച്ചതാവട്ടെ 16 പേര് മാത്രം. എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ തന്നെ പോകുന്നതാണ് നല്ലത്. കാരണം ഇപ്പൊ അടുത്തിടെയായിട്ട് നടന്നു വന്നിട്ടുള്ള ആക്സിഡന്റ് ഒക്കെ ഒന്ന് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ 10 പേർക്ക് കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് 1-2 വിഷ്വൽസ് കാണിച്ചു തരാം. ഇത് നോക്കിയേ നിങ്ങൾ. ഒരു കാറ് റോട്ടിൽ നിന്ന് നേരെ തെന്നിപ്പോയിട്ട് തൊട്ടപ്പുറത്തെ പറമ്പിൽ പോയിട്ട് തലകുത്തനെ പറഞ്ഞിട്ട് അവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. എന്താ അവസ്ഥ നോക്കിയേ. ഇനി വേറെ മഹേന്ദ്ര താറ് നമ്മുടെ നാട്ടിൽ തന്നെ സംഭവിച്ചിട്ടുള്ളതാ. ടെക്സ്റ്റൈൽസിലേക്ക് ഓടി കയറുക, അവിടെ മറ്റേ ആഡി സെയിൽ നടക്കുന്നുണ്ട്, അതിനുവേണ്ടി ഓടി വരിക. വരുന്ന വരവൊക്കെ നിങ്ങൾ എന്താ അവസ്ഥ. ഇവർക്കൊക്കെ ലൈസൻസ് കൊടുത്തിട്ടുള്ളതല്ലേ തെറ്റ്. അതുപോലെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം എന്താണ്? നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നുള്ളത്. നിയന്ത്രണം ആർക്കാണ് നഷ്ടപ്പെടുന്നത്? വാഹനത്തിന് ഒരിക്കലും നിയന്ത്രണം തെറ്റാറില്ല. നിയന്ത്രണം നിയന്ത്രിക്കുന്നവനക്കാണ് നിയന്ത്രണം തെറ്റാറുള്ളത് അല്ലേ? അപ്പൊ നിയന്ത്രിക്കാൻ കഴിവുള്ളവന് മാത്രം ലൈസൻസ് കൊടുത്താൽ മതി. ഒട്ടനവധി ജീവനുകളാണ് തലകും വലുങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവന്റെ നിയന്ത്രണമില്ലായ്മ കൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്നത് ആർക്കാണ്? നിരപരാധികളുടെ ജീവനാണ് പോകുന്നത് അല്ലേ? അതുകൊണ്ട് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നവന് മാത്രം ലൈസൻസ് കിട്ടിയാൽ മതി.